സിനിമാ മേഖലയിൽ ഒരു നീഷ് ഓഡിയൻസ് ആൻഡ് ഫാൻ ഫോളോയിങ് ശേഖരിച്ചെടുക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. മലയാളം സിനിമ ഇൻഡസ്ട്രിയിൽ അത് ഒട്ടും ചെറിയ കാര്യം തന്നെയല്ല. എന്നാൽ ഇതെല്ലാം തൻ്റെ കഴിവ് കൊണ്ട് സാധിച്ചെടുത്ത ഒരു ആർട്ടിസ്റ്റാണ് നമ്മളോടൊപ്പം ഇന്ന് ട്രൂ സ്റ്റോറീസിലുള്ളത്. വെൽക്കം അനൂപ് മേനൻ. താങ്ക് യു. ഞാൻ ആർട്ടിസ്റ്റ് എന്ന് ഡിസ്ക്രൈബ് ചെയ്തതിനൊരു റീസൺ ഉണ്ട്. കാരണം യു ആർ എ ഡയറക്ടർ, ആൻ ആക്ടർ, എ സ്ക്രീൻ പ്ലേ റൈറ്റർ, ആൻ ഓത്തർ, എ ലിറിസിസ്റ്റ്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു വാക്കിൽ എനിക്ക് പറയണമെങ്കിൽ, ആൻഡ് ഐ ജെന്യുവൻലി ബിലീവ് ഇതൊക്കെ ദീസ് ആർ ഓൾ ആർട്ടിസ്റ്റിക് ടാലൻറ്റ്സ്, ദീസ് ആർ ഓൾ ആർട്ടിസ്റ്റിക് പെർസ്യൂട്ട്സ്. അപ്പോൾ അതുകൊണ്ട് ആർട്ടിസ്റ്റ് എന്ന് ഞാൻ ഡിസ്ക്രൈബ് ചെയ്തതിൽ തെറ്റുണ്ടോ? വുഡ് യു ഡിസ്ക്രൈബ് യുവർ സെൽഫ് ലൈക്ക് ദാറ്റ്? ഐ വുഡൻറ്റ്. ഓക്കെ. ബട്ട് വേറൊരാൾ പറഞ്ഞു കേൾക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായും ഒരു സുഖം ഉണ്ടാവുമല്ലോ. ഐ വുഡൻറ്റ് ലൈക്ക് ഐ ഡോണ്ട് ടേക്ക് മൈസെൽഫ് seriously at all as an artist, because I see a plethora of talent around me. So ആ ഒരു ഡെലൂജിൽ നമ്മൾ വളരെ ഇൻകോൺസിക്വൻഷ്യൽ ആയിട്ടാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. വാട്ട് ഐ റിയലി ഡു ഇസ് ഐ ജസ്റ്റ് ഫ്ലോട്ട്, ഐ ജസ്റ്റ് ട്രൈ ടു സ്റ്റേ അഫ്ലോട്ട് എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഐ നെവർ ഫൈൻഡ് മൈസെൽഫ് ആസ് എ ട്രൂ ആർട്ടിസ്റ്റ്. അപ്പോൾ ഈ ഇത്രയും പറഞ്ഞ കാര്യങ്ങളിൽ ഐ നോ ഇറ്റ്സ് എ വെരി ക്ലീഷേ ക്വസ്റ്റൻ ആസ് എൻ ഇന്റർവ്യൂവർ, ആൻഡ് യു മസ്റ്റ് ഹവ് ഹേർഡ് ദിസ് എ മില്യൺ ടൈംസ് ഓൾസോ. ആക്ടർ, ഡയറക്ടർ, സ്ക്രീൻ പ്ലേസ്, ലിറിസിസ്റ്റ് ആൻഡ് ഓത്തർ ഓൾസോ. ഇപ്പോൾ ബുക്കും കൂടെ you've authored a book. What would you say is the most gratifying out of all this? Writing, any day. Okay. Nothing gives you more satisfaction than having your scene written, printed, and being read by an artist and getting that nod of approval from the artist and the director. Okay. If the director is me, then me. That's a gratification. And the most easiest and the most lucrative thing is acting. You get paid shitloads of money for this. And once you learn the craft, I wouldn't say master the craft, at least you learn the craft. You know how to dabble in a scene and make it work. Then that is the most gratifying in terms of money profession. Yeah. And the thing I enjoy most is direction. Direction, okay. That is the most enjoyable thing. Okay. Script writing is not an enjoyable proposition at all. It is very lonesome, tiring, challenging okay. work. And you try to dissuade yourself from writing yet another word when you're faced with a roadblock. അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻസ് ഉണ്ടാകും. യു ആർ ത്രോൺ ഇൻ ടു സിറ്റുവേഷൻസ് വെർ യു വുഡൻറ്റ് വാണ്ട് ടു ബി അതർവൈസ്. ബട്ട് അഗെയിൻ ദ ത്രിൽ കീപ്സ് മീ ഗോയിങ്. ഇപ്പോൾ അനൂപ് മേനൻ ആസ് ദി ആക്ടർ, വി ആർ ഓൾ ഫെമിലിയർ വിത്ത് യുവർ ക്രാഫ്റ്റ് ഇൻ യുവർ വർക്ക്. പക്ഷേ ടു ബി ഓണസ്റ്റ്, ജെന്യുവൻലി സ്പീക്കിംഗ്, ഹാൻഡ് ഓൺ ഹാർട്ട്, എനിക്ക് അനൂപ് മേനൻ ദ പേഴ്സൺ, ദ ഇൻഡിവിജ്വൽ, ദ ഹ്യൂമൻ ബീങ് ആണ് ഹാസ് ബീൻ ഇൻട്രീഗിങ് മീ ഫോർ ക്വൈറ്റ് എ വൈൽ നൗ. ബിക്കോസ് ഞാൻ അനൂപിൻ്റെ ഇൻ്റർവ്യൂസ് കാണുമ്പോഴും ഈവൻ ഇഫ് ഐ റീഡ് അബൌട്ട് യു ആൻഡ് തിങ്സ് ലൈക്ക് ദാറ്റ്, I see a lot of depth in you as a person. You're very grounded, practical, intense ആണ്. എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. അപ്പോൾ is this the original Anoop? അതോ സിനിമ ഇൻഡസ്ട്രിയിൽ വന്നതിന് ശേഷം have you had to like sort of mold yourself into all these? I think I've been good at camouflaging the real me, who's not deep at all, who's not intense at all, who loves being happy and being fun. That's me. Chilled out aanu. The actual that's very me. chilled out. That's okay, me. Okay. This thing, the philosophical bandage that has been tied around me is complete bullshit. I'm not philosophical at all. The only philosophy I have in life is to be happy. There is nothing else in life that remains. There are lots of things which makes you unhappy, but you can try to be happy. And one thing that you can try to make that work is cut yourself off from all the negativity in the world. Negative comments, negative people, negative thoughts, everything. അത് പോസിബിൾ ആണെന്നുള്ളതാണ് സത്യം. അത് പോസിബിൾ ആണ്. അത് പോസിബിൾ ആവണമെങ്കിൽ നമ്മൾ വി ഷുഡ് desist from the temptation of reading what is written about you. That was going to be my next question, because ഈ ഇൻഡസ്ട്രിയിൽ
at the end of the day, as an artist, as an actor, നമ്മൾ whatever we produce, the craft we produce is for the audience അല്ലേ? നമ്മളത് കൈമാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് അവരുടെ ഒരു ഇതാണ്. It's where the verdict lies, where the opinions come from. So how easy or difficult is it to detach from that? അപ്പോൾ എനിക്കിതൊന്നും കാണണ്ട, വായിക്കണ്ട, I've delivered, I've given my best എന്ന് പറഞ്ഞ് are you able to sort of അതല്ലേ ചെയ്യാൻ പറ്റൂ, അതല്ലേ നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റൂ. ഈവൺ ഇഫ് യു മേക്ക് എ ഐ മീൻ ഒരു പെർസെപ്ഷനിൽ, നമ്മൾ കാണുന്ന ആൾക്കാരുടെ പെർസെപ്ഷനിൽ അത്ര നല്ലൊരു പ്രോഡക്റ്റ് അല്ല നമ്മൾ ഉണ്ടാക്കിയത് എന്നുള്ളത് അവരുടെ പെർസെപ്ഷനിലാണ്. നമ്മൾ ഇഫ് വി ഹാവ് ഗിവൺ ഇറ്റ് അവർ ബെസ്റ്റ്, ദാറ്റ് ഇസ് ഓൾ വാട്ട് വി ക്യാൻ ഡു അല്ലേ? അതിനപ്പുറം അവിടെ കള്ളം കാണിച്ചാൽ യു ക്യാൻ ബി റിഗ്രറ്റ്ഫുൾ ഓൺ ദാറ്റ്. അതല്ല, ഞാൻ എനിക്ക് ചെയ്യാവുന്നതിൻ്റെ മാക്സ്, ഇപ്പോൾ എനിക്കിപ്പം ഒരു ഡേവിഡ് ലീൻ ചെയ്യുന്ന പോലെയോ അല്ലെങ്കിൽ ക്രിസ്റ്റഫർ നോളൻ ചെയ്യുന്ന പോലെ ചെയ്യാൻ എന്നെ കൂടെ പറ്റില്ല. എനിക്ക് ചെയ്യാൻ കഴിയുന്നതിൻ്റെ ബെസ്റ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഐ ഹാവ് പുട്ട് ഓൺ ടേബിൾ, ഐ ഹാവ് ഡെലിവേർഡ് വാട്ട് ഇസ് അറ്റ്മോസ്റ്റ് ടു മീ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് ഈസ് ഇറ്റ് ബീങ് മെസ്സക്കേർഡ്, ഈസ് ഇറ്റ് ബീങ് യുനോ ടൗട്ടഡ് വെൽ, ഇതൊന്നും നമ്മുടെ വിഷയങ്ങളാവരുത് എന്നുള്ളതാണ്. ആവാതിരുന്നാൽ to an extent you can be a very happy and content man. Otherwise you are bound to get your stress bombs all around, which I don't want to. Yeah, പിന്നെ അത് എടുത്തു ചോദിക്കാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഈ സോഷ്യൽ മീഡിയയുടെ കാലത്തും ആൻഡ് വിത്ത് ലോട്ട് ഓഫ് ഫിലിം റിവ്യൂവേഴ്സ് ആൻഡ് ക്രിറ്റിക്സ് ബൂമിങ് എവ്രിവെയർ, ഒരു 24 മണിക്കൂർ തികയുന്നതിന് മുമ്പ് തന്നെ, സിനിമ ഇറങ്ങി തികയുന്നതിന് മുമ്പ് തന്നെ റിവ്യൂസ് ആർ ഔട്ട്. So as a filmmaker and as an actor, doesn't it become more complicated to sort of detach from all of this and say, okay, I don't want to, എനിക്കിതൊന്നും കേൾക്കണ്ട. It's not complicated as long as you don't want to hear anything, good or bad. അപ്പോൾ അത് കോംപ്ലിക്കേറ്റഡ് ആവുന്ന എവിടെയാണെന്ന് വെച്ചാൽ നമ്മൾ വി സീക്ക് ദെയർ അപ്രൂവൽ, അവിടെ മാത്രമേ ഇത് കോംപ്ലിക്കേറ്റഡ് ആവൂ. നമുക്കിവരുടെ അപ്രൂവൽ വേണ്ട എന്ന് വിചാരിച്ചാൽ, you have been working in this industry for rather 20 years. I've done around 100 films, acted around 100 films, I've written 14 films. ഇതൊക്കെ തന്നെ എനിക്ക് ബോണസ് ആയിട്ടാണ് ഞാൻ വിചാരിക്കുന്നത്. It's such a lottery, so the world has given you so much, then why do you want their approval? അപ്പോൾ ആ അപ്രൂവലിന് വേണ്ടി, അതൊരാളുടെ ഒരു സംഘം ആൾക്കാരുടെ അപ്രൂവലിന് വേണ്ടിയിട്ട് യു കാൺ ഡിസ്കൗണ്ട് ദ ഫാക്ട് ദറ്റ് യു ഹാവ് ഡൺ സോ മച്ച്. യു ഹവ് ഓൾറെഡി ഡൺ 100 പടങ്ങൾ ചെയ്തില്ലേ? യു ഹവ് മെയ്ഡ് യുവർ മണി, യു ഹവ് മെയ്ഡ് യുവർ ഫെയിം, എവറിത്തിങ്. അപ്പോൾ അത് ഇങ്ങനെ തന്നെ മാറ്റർ ചെയ്യാറില്ല. അത് മാറ്റർ ചെയ്യാറില്ല എന്ന് വെച്ചാൽ അത് ബോധപൂർവമുള്ള മാറ്റർ ചെയ്യാതിരിക്കലാണ്. അപ്പോൾ ഇതൊന്നും ഞാൻ ഭയങ്കരമായിട്ട് ഇതാണ്, എന്നെ ഇതൊന്നും ബാധിക്കുന്നില്ല, അങ്ങനെയല്ല. ഞാൻ ബോധപൂർവ്വം അത് ബാധിക്കാതിരിക്കാൻ ശ്രമിക്കുന്ന ഡെലിബറേറ്റ് ആണ്. ഐ ഡോണ്ട് ഈവൺ ഇപ്പോൾ ആരെങ്കിലും പറഞ്ഞു, എടാ ഇങ്ങനൊരു വാർത്ത വന്നിട്ടല്ലോ, മോശമായിട്ട് വന്നോട്ടെ, ഓക്കെയാണ്, ലെറ്റ് ദം. അതെനിക്ക്, കാരണം ഒന്ന് അവർ ദേ മേക്ക് എ ലിവിങ് ഔട്ട് ഓഫ് ഇറ്റ്. അപ്പോൾ അവരുടെ ഒരു ജീവിതമാർഗം അങ്ങനെ നടക്കുന്നെങ്കിൽ നടന്നോട്ടെ. അപ്പോൾ ഒരാൾ പറഞ്ഞു വിചാരിച്ചൊരു പടമൊന്നും പൊട്ടാൻ പോകുന്നില്ല. ഒരു പടം ചിലത് വർക്കാവും, ചിലത് വർക്കാവില്ല. So that's a confidence in your craft. It's a confidence. Rather than a confidence, it's a manifestation of my reality. അല്ലേ? അത് എൻ്റെ കോൺഫിഡൻസിനേക്കാൾ വേറെ ഇതാണ് സത്യമെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും മാറ്റർ ചെയ്യുന്നില്ല. ഇപ്പം മലയാള സിനിമയിൽ ഒരു 10 പടം ചെയ്യുകയോ അല്ലെങ്കിൽ കുറേ സിനിമകൾ ഡയറക്റ്റ് ചെയ്യുകയോ ഒക്കെ ചെയ്യുന്നതല്ലല്ലോ. അതിനപ്പുറം ഒരു വലിയ ലോകം വെളിയിലുണ്ട്. അപ്പം നമ്മളെയാണ് ഈ ലോകം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് നമ്മൾ വിചാരിച്ചു തുടങ്ങിയ പണി പാടും. അതായത് നമ്മളിലല്ല എല്ലാവരുടെയും ഫോക്കസ് ഉള്ളത്. അതാ അമ്മ ചോദിച്ചു, ലോകത്തിന് വേറെ പണിയുണ്ടോ സഖാവേ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്കിതൊന്നും പ്രശ്നമാകത്തില്ല. അല്ലേ? നമ്മൾ ഇപ്പം ഒന്നും വേണ്ട, കേരളത്തിൽ നിന്ന് ഒരു ഫ്ലൈറ്റ് എടുത്ത് മേലേക്ക് വിട്ട് താഴേക്ക് നോക്കി കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും. ഇപ്പം നമ്മളൊരു ബോംബെ പോലത്തെ ഒരു കുഞ്ഞ് ഒരു ഫ്ലൈറ്റ് ഇവിടുന്ന് ബോംബെ വരെ, ബോംബെ താഴോട്ട് നോക്കുമ്പോൾ ധാരാവിയും മറ്റതും എല്ലാം ഇപ്പോൾ പറയുന്ന ഈ സ്ഥലങ്ങളും ഇത്രയും സ്ലംസും ഒക്കെ കാണുമ്പോൾ ഇത്രയധികം ജീവിതങ്ങളുള്ളതിൻ്റെ ഇടയിൽ ഇയാളുടെ പടം 25 ദിവസം ഓടിയുള്ളൂ അല്ലെങ്കിൽ ഒരാഴ്ച ഓടിയില്ല. അവൻ്റെ കാര്യമല്ല ഇറലന്റ്. നമ്മൾ ഇൻകോൺസിക്വൻഷ്യലാണ്. വലിയൊരു ലോകത്തെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഇൻകോൺസിക്വൻഷ്യലാണ്.
പിന്നെ ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഇരുന്ന് ഇൻ്റർവ്യൂ ചെയ്യുന്നു, ഇതെല്ലാം നമ്മൾ ചെയ്യുന്നത് എന്താണ്? വി ആർ ഓൾ ട്രൈങ് ടു എക്സ്റ്റെൻഡ് ആർ ഹൊറൈസൺസ് അല്ലേ? നമ്മൾ അടുത്തൊരു അപ്പം വി ആർ ഓൾ വർക്കിംഗ്, വി ആർ ഓൾ ട്രൈയിങ്, എല്ലാവരും തന്നെയാണ് ചെയ്യുന്നത്. ഈ പറയുന്ന വിമർശകനും ഈ പറയുന്ന ട്രോളുന്നവനും ഒക്കെ അവൻ്റെ ജീവിതം കരുപ്പിടിപ്പിക്കാൻ വേണ്ടി അടുത്ത കാര്യം ചെയ്യുന്നതാണ്. അപ്പോൾ അതങ്ങനെ വിടാന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ആ ഒരു ചിട്ടയും ഒരു ഓർഗനൈസ്ഡ് വേ ഓഫ് ഡൂയിങ്, അഡ്ഹിയറിംഗ് ടു റൂൾസ് ആൻഡ് പ്രോട്ടോകോൾസ്, ഇസ് ദാറ്റ് യുവർ അപ്രോച്ച് ടുവേർഡ്സ് ഫിലിം മേക്കിംഗ് ആസ് വെൽ? ബിക്കോസ് നേരത്തെ പറഞ്ഞു യു സെഡ് യു വെരി ചിൽഡ്. അപ്പോൾ ഇത് രണ്ടും ഭയങ്കര കോൺട്രഡിക്ടറി ആയിട്ട് എനിക്ക് തോന്നി. ദാറ്റ്സ് ഐ എം റിയലി ക്യൂരിയസ്. അപ്പോൾ എങ്ങനെയാണ്, ഹൗ ഡസ് ദാറ്റ്? അല്ല, നമ്മൾ ചിൽഡ് ആവുന്നത് കൊണ്ട് നമ്മൾ ഇൻഡിസിപ്ലിൻഡ് ആവണമെന്നൊന്നുമില്ലല്ലോ. ഫിലിം മേക്കിംഗ് ജനറൽ പെർസെപ്ഷൻ അതാണ്, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. പെർസെപ്ഷൻ ഓഫ് വാട്ട്? That if you're being very chilled and laid back, ഇതുപോലെ ഒരു ചിട്ടയും ബീങ് ഓർഗനൈസ്ഡ് അതിലൊന്നും വലിയ ഇതില്ലാത്ത ആളാണെന്നുള്ള ഒരു ജനറൽ പെർസെപ്ഷൻ വരുമല്ലോ. സോ ഐ എം ജസ്റ്റ് ട്രൈങ് ടു അണ്ടർസ്റ്റാൻഡ് വേർ യു ബാലൻസ്. They are not diametrically opposite things. Okay. They go hand in hand. Disciplined doesn't mean that you can't be chill. Disciplined, I have to learn that art because അത് ഡിസിപ്ലിൻഡ് ആകുമ്പോൾ മെസ്സേജ് നമ്മൾ ഏറ്റവും സന്തോഷത്തോട് ചെയ്യുന്ന ജോലിയാണ് സിനിമ എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ സന്തോഷത്തോട് ജോലി ചെയ്യണമെങ്കിൽ ആക്ച്വലി ഒരു ഇൻഹറൻറ്റ് ഫാക്ട് എന്ന് പറയുന്നത് ഡിസിപ്ലിൻഡ് ആയിരിക്കണം. ഡിസിപ്ലിൻ ഡസൻ മീൻ ദാറ്റ് യു ഹാവ് ടു ബി ഇൻ അറ്റൻഡൻസ്, യു ഹാവ് ടു ബി ഇൻ എ സ്കൂൾ ലൈക്ക് യൂണിഫോം ഫോർ ഇറ്റ് അല്ലേ? അതല്ല ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ദാറ്റ് ക്യാൻ ഗോ ഹാൻഡ് ആൻഡ് ഗ്ലൗ തന്നെയാണ്. Okay. So you are very much a process and process oriented person, but at the same time there is no method to the process. അത്രേ ഉള്ളൂ. Flexible ആണ്. So you take it with the flow. അവിടെയാണ് ഈ chilled out ഇത് വരുന്നത്. Another very important thing I wanted to ask you, Anoop. Anoopന്റെ എല്ലാ സിനിമകളും ഇപ്പോൾ regardless of whether you're directing or whether you're writing or whether you're just being as an actor, present as an actor, human relationships ആണ് core. അതും ഇപ്പോൾ ആസ് എൻ ഓഡിയൻസ് വി കൻ ഓൾ സീ ദാറ്റ് ഒരു എന്താ പറയുക, ഒരു സൂപ്പർഫിഷ്യലായിട്ടല്ല ഇത് പറയുന്നത്, എല്ലാത്തിൻ്റെ ആഴത്ത് അങ്ങനെ ഭയങ്കര ഇൻഡെപ്ത് പോവാണ്. ഇറ്റ്സ് വെരി ഇൻറ്റൻസ്. ഇസ് ദാറ്റ് ഡെലിബറേറ്റ് ഓർ ഇസ് ദാറ്റ് ഹൗ എവറിത്തിങ് ജസ്റ്റ് ഹാപ്പൻസ്? അങ്ങനെ ആയി പോകുന്നതാണോ അതോ അത് കോൺഷ്യസ് ആയിട്ട് എടുക്കുന്ന ഒരു എഫേർട്ടാണോ എല്ലാം അങ്ങനെ ഇൻഡെപ്ത് കാണിക്കണം വിതൗട്ട് എനി ഫ്രിബിലിറ്റി? എന്നെ ഏറ്റവും അധികം എൻറ്റൈസ് ചെയ്യുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ മാൻ വുമൺ റിലേഷൻഷിപ്സ് ആണ്. കാരണം അതാണ് ഏറ്റവും ഡൈനാമിക് ആയിട്ടുള്ള ഇത്. ഇപ്പം ഞാൻ പറയാം, രണ്ട് ശത്രുക്കൾ തമ്മിലുള്ള ഒരു വാർ, ഐ മീൻ ഒരു വളരെ ചെറിയ രീതിയിൽ പറഞ്ഞാൽ ഇതെന്നെ ഒരു തരത്തിൽ എക്സൈറ്റ് ചെയ്യുന്നില്ല. ബേസിക്കലി അതിൻ്റെ ഒരു ആഗണി, അതിൻ്റെ ഒരു വൺ അപ്മാൻഷിപ്പ്, ഇത് രണ്ട് ആണുങ്ങൾക്ക്, അതാണല്ലോ നമ്മളിപ്പോൾ സിനിമയിൽ കാണുന്ന ഒരു പ്രോട്ടഗോണിസ്റ്റ് ആൻറ്റഗോണിസ്റ്റ് ആണ്. ഇതെന്നെ ഒരിക്കലും അട്രാക്ട് ചെയ്തിട്ടില്ല. ഞാൻ അത്ര സിനിമകൾ കണ്ടിട്ടുണ്ട്, എൻജോയ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് എഴുതുമ്പോൾ എനിക്ക് ഈ വില്ലൻ നായകൻ കോൺസെപ്റ്റിനോട് എനിക്ക് വലിയ, എൻ്റെ സിനിമകളിൽ വില്ലന്മാരില്ല. അതിപ്പം എല്ലാവരിലും ഇതുള്ളതല്ലേ. ദർ ഇസ് നത്തിങ് ലൈക്ക് എ പ്രോപ്പർ വില്ലൻ. അപ്പം അതിനേക്കാളേറെ എന്നെ അട്രാക്ട് ചെയ്യുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ മാൻ വുമൺ ഡൈനാമിക്സ് ആണ്. അതിൻ്റെ സാധ്യതകളും അനന്തമാണ്. കാരണം ഹൗ ദ മൈൻഡ് വർക്ക്സ്, ഹൗ റിലേഷൻഷിപ്സ് വർക്ക് ആൻഡ് ഹൗ ഇമോഷൻസ് വർക്ക് ബേസിക്കലി. ഇപ്പം നമ്മുടെ ഏത് ഗ്രേറ്റ് വർക്ക് എടുത്താലും, ഇപ്പോൾ നമ്മളിപ്പം സാഹിത്യമാണെങ്കിലും സിനിമയാണെങ്കിലും, ഗ്രേറ്റസ്റ്റ് ക്ലാസിക്സ് ആർ ഓൾവേസ് അബൌട്ട് ദീസ് റിലേഷൻഷിപ്സ്. അതില്ലെങ്കിൽ അതിപ്പം മാൻ വുമൺ തന്നെ ആവണമെന്നില്ല, ഹ്യൂമൻ ഡൈനാമിക്സ് ആണ്. അപ്പോൾ അതാണ് എന്നെ അട്രാക്ട് ചെയ്തിട്ടുള്ളത്. സോ എനിക്ക് എന്ത് എഴുതിയാലും ഞാൻ അതിലേക്ക് തന്നെ പോകും. എനിക്ക് ഐ കാൺ ക്രിയേറ്റ് എ ഗുഡ് വില്ലൻ. ഇറ്റ്സ് മേ ബി ഒരു കമേഴ്സ്യലി സ്പീക്കിംഗ് ഐ എം നോട്ട് ഗുഡ് ഇനഫ് ടു മേക്ക് എ ഗുഡ് വില്ലൻ. അതായിരിക്കാം സാധ്യത. ഐ എം മോർ പ്രോൺ ടുവേർഡ്സ് ദിസ് ഡൈനാമിക്സ്. അപ്പോൾ ഈ ഇപ്പോഴത്തെ സിനിമയുടെ ഒരു ട്രെൻഡ്, കുറേ വർഷമായിട്ട് നമ്മൾ കാണുന്ന മലയാളം സിനിമയിലെ ട്രെൻഡാണ് റിയലിസം അല്ലെങ്കിൽ റിയലിസ്റ്റിക് മൂവീസ്. അതിപ്പോൾ ദ വേ ദേ ഇമോട്ട്, ഡയലോഗ് ഡെലിവറി, എല്ലാത്തിലും ആ ഒരു സബ്ഡ്യൂഡ് അപ്രോച്ചാണ് കാണുന്നത്. ബട്ട് മറിച്ച് നമ്മൾ ഈ ഓൾഡ് സ്കൂൾ ചാം എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൾവേസ് ബീൻ എ ലിറ്റിൽ ബിറ്റ് മോർ ഫ്ലാംബോയൻറ്റ്. ഇമോഷൻസ് ആണെങ്കിലും ഡയലോഗ് ഡെലിവറി എല്ലാം നമ്മുടെ MT, പത്മരാജൻ, എന്തിനാ സത്യനന്ദിക്കാട് പോലും സിനിമകൾ ചെയ്തിരുന്നത് അങ്ങനെയാണ്. ആൻഡ് ഐ ഹവ് നോൺ യു ടു ബി someone who likes that kind of an approach, അല്ലെ ആ ഓൾഡ് സ്കൂൾ
So how do you see that fitting in with the current genre of movies? എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഈ റിയലിസ്റ്റിക് അപ്രോച്ച് പിടിക്കണം എന്നോ അല്ലെങ്കിൽ യു സ്റ്റിൽ വോണ്ട് ടു സ്റ്റിക്ക് ടു ദാറ്റ് ഓൾഡ് സ്കൂൾ? I have never really understood what this realistic school is. Because what they are doing, ഇത് പണ്ട് ചെയ്തിട്ടുള്ള കാര്യം തന്നെയാണ്. ഇപ്പം പൊന്മുട്ടയിടുന്ന താറാവിൻ്റെ അതേ ഈഥോസ് തന്നെയാണ് ഒരു മഹേഷിൻ്റെ പ്രതികാരത്തിലുള്ളത്. അപ്പം അതങ്ങനെ വലിയൊരു പാരഡിം ഷിഫ്റ്റ് ഒന്നും അവിടെ സംഭവിച്ചിട്ടില്ല. ശ്യാം ദിലീഷ് ആ കൂട്ടുകെട്ട് കൊണ്ടുവന്ന ബ്രില്യൻ്റ് ആയിട്ടുള്ള സിനിമകൾ നമ്മളിതിന് മുന്നേയും ഒരു കള്ളൻ പവിത്രനിലും ഒക്കെ കണ്ടിട്ടുള്ള ഇത് തന്നെയാണ്. ദേ ഹാവ് ബ്രോട്ട് ഇറ്റ്. ഇപ്പോഴത്തെ ഈ ഒരു എന്താണ് നമ്മുടെ കണ്ടീഷനിങ്ങിലേക്ക് അതവർ കൊണ്ടുവന്നു എന്നുള്ളത് അവരുടെ ബ്രില്യൻസ് തന്നെയാണ്. ബട്ട് ദാറ്റ് ഈസ് നോട്ട് സംതിങ് റാവേജിംഗ്ലി ന്യൂ എന്ന് പറയാനുള്ള ഒരിതല്ല. നമ്മൾ ഐ വുഡ് സേ ഫിലിം ലൈക്ക് രാജമാണിക്യം ഇസ് ലൈക്ക് ദാറ്റ്. ഇറ്റ്സ് എ കംപ്ലീറ്റ് ഡീറ്റോർ. മനസ്സിലായില്ല? അപ്പോൾ അത് അങ്ങനെ ഒരു കാര്യമല്ല സംഭവിക്കുന്നത്. പിന്നെ നമ്മൾ ഫിറ്റ് ഇൻ ചെയ്യാന്നുള്ള യൂണിവേഴ്സലി ഹ്യൂമൺ ഇമോഷൻസിന് മാറ്റമില്ല. നമ്മുടെ കണ്ണ് നിറയിക്കുന്ന കാര്യങ്ങൾക്ക് ഇന്നും നമ്മൾ കഥ പറയുമ്പോൾ നമുക്ക് ലാസ്റ്റ് ഇടുമ്പോൾ നമുക്ക് ഇന്നും കണ്ടാനില്ലേ? ആ പടം വന്നിട്ട് 15 വർഷമായില്ലേ? ഈ കാര്യം നമുക്ക് ഇന്നും ടി വിയിൽ കാണുമ്പോൾ അത് ഇതറിയില്ല. അപ്പോൾ അത് അല്ലെങ്കിൽ ഒരു യാത്രയുടെ ക്ലൈമാക്സ് കാണുമ്പോഴോ കിരീടത്തിൽ സേതുമാധവൻ ആ ഒരു വയലിലൂടെ നടന്നു പോകുമ്പോഴുള്ള ഷോട്ട് കാണുമ്പം ഇന്നത്തെ കുട്ടിയും കാര്യം അല്ലേ? രഞ്ജനും ലാലനും തമ്മിലുള്ള ലാസ്റ്റ് ഇവർ തമ്മിലുള്ള ആ ഒരു ഇത് കാണുമ്പോൾ വി ഗെറ്റ് ഇമോഷണൽ ഈവൻ നൗ. സോ അതിനൊന്നും മാറ്റം വരാൻ വഴിയില്ല. വി ഓൾ ട്രൈ ടു ഡു. ഇപ്പോൾ നമ്മൾ ബ്യൂട്ടിഫുൾ എന്ന സിനിമ ചെയ്യുമ്പോഴോ ട്രിവാൻഡ്രം ലോഡ്ജ് സിനിമ, ഇപ്പോൾ ട്രിവാൻഡ്രം ലോഡ്ജ് മൈറ്റ് ബി ടേക്കൺ ആസ് എ ഹ്യൂജ് ഡീറ്റോർ ഇൻ ടേംസ് ഓഫ് ദ profanity that was, you know, right. I think it was far ahead of its time. Cinema അത് അന്ന് വന്നു. But that doesn't mean that we can continue that again and again. അല്ലേ? ഇപ്പം ഞാനിപ്പോൾ ലോഡ്ജിൻ്റെ സെക്കൻഡ് പാർട്ട് എടുക്കുമ്പോൾ ലോഡ്ജ് അന്ന് ഓഡിയൻസിന് ഇൻഫോർ എ ഷോക്ക് ആയിരുന്ന പല കാര്യങ്ങളും ഇന്ന് ഇൻഫോർ എ ഷോക്ക് അല്ല. ദാറ്റ് ഹാസ് ബിക്കം വെരി മണ്ടേൻ അല്ലേ? എല്ലാ കാര്യങ്ങളും എല്ലാം ഇതിനേക്കാളൊക്കെ തുറന്ന പറച്ചിലുകളും ഒക്കെ ആയിക്കഴിഞ്ഞു. അല്ലെങ്കിൽ അവർ ഒരു 2 സ്ത്രീകൾ സംസാരിക്കുമ്പോൾ അവർ ആ കുട്ടിയെ നമ്മൾ ഇന്ന് പിന്നെ വൈകുന്നേരം ദീപാരാധനയ്ക്ക് എന്താ തൊഴുക എന്ന് പറയുന്ന അല്ല എന്ന് കാണിച്ചൊരു സിനിമയാണത്. ഇറ്റ്സ് നോട്ട് ദാറ്റ്. അല്ലെങ്കിൽ സാമ്പാർ ഇങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതല്ലല്ലോ. ദേ ഡു ഡിസ്കസ് തിങ്സ്. അപ്പം അന്നത് ദാറ്റ് വാസ് എ ഷോക്ക് വാല്യൂ. നൗ ഇറ്റ് ഈസ് ഒന്നുമല്ല. ഇറ്റ്സ് ബിക്കം മണ്ടേൻ. സോ ആ ഒരു സൈക്കിളും സർക്കിളും ഒക്കെ എല്ലാ കാലത്തും വരും. ആൻഡ് ഇറ്റ്സ് നോട്ട് എ മാറ്റർ ഓഫ് ഫിറ്റിംഗ് ഇൻ അറ്റ് ഓൾ. ഇറ്റ്സ് എ മാറ്റർ ഓഫ് ബീങ് വിത്ത് ടൈംസ്. കുറച്ച് മാറ്റങ്ങൾ എല്ലാ കാലങ്ങളിലും. ഇപ്പോൾ അടുത്ത കുട്ടികളെടുത്ത് ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ ആ പറയേണ്ട ഭാഷ എന്താണ് നമ്മൾ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നമ്മൾ you will be outdated. Right. That's for sure. Last series of questions before I let you off for the day. I know it's been a long, hard day and you're exhausted. But last bit of questions. Not exhausted bit. It isn't a lively interview. Thank you. Thank you. But I have a few more questions for you. Rapid fire bole, okay? Oh. As quick as possible. The Karan Johar thing. And it's not that scandalous. Very simple and decent. Okay, as a writer, ആദ്യം എഴുതിയ വരികൾ ഓർക്കുന്നുണ്ടോ? As a oh my God. Should be something very stupidly lyrical ആയിരിക്കണം. കാരണം അന്ന് നമ്മൾ ആദ്യമൊക്കെ എഴുതുന്ന സമയത്ത് വി ആർ കംപ്ലീറ്റ്ലി ഇൻഫ്ലുവൻസ്ഡ് ബൈ ഒ വി വിജയനും വി കെനും ഒക്കെയാണ് നമ്മുടെ തുടക്കകാലത്തെ ഇൻസ്പിറേഷൻ. അപ്പം ആ സമയത്ത് ഈ പറഞ്ഞ വെയിലിൻ്റെ സ്ഫടികമാനങ്ങളിലേക്ക് ടെറാഡക്ടൈലുകളെ പോലെ എന്നൊക്കെ പറഞ്ഞ് വിജയൻ എഴുതുന്ന ഒരു ഭാഷയുണ്ട്. അപ്പം ഒ വി വിജയനൊക്കെ ആയിരിക്കണം ആദ്യം. അന്ന് എനിക്ക് ഓർമ്മയുണ്ട്, ഞാനിങ്ങനെ ക്രൈസ്റ്റ് നഗറിൽ 7ാം ക്ലാസ്സിൽ ഒക്കെയാണ് നമ്മൾ ആദ്യമായിട്ട് മാനുസ്ക്രിപ്റ്റ് മാഗസിൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇവന്മാരൊന്നും മലയാളത്തിൽ എഴുതത്തില്ല. നമ്മുടെ കൂടെ പഠിക്കുന്നതൊക്കെ മറ്റേ ഇംഗ്ലീഷ് ബേബീസാണല്ലോ. അപ്പം ഐ വോണ്ടഡ് ടു ബ്രിങ് ഔട്ട് എ മാനുസ്ക്രിപ്റ്റ് മാഗസിൻ വിച്ച് ഹാഡ് മേജർലി മലയാളം. സോ ഐ യൂസ് ടു റൈറ്റ് ഫോർ ഓൾ ദീസ് പീപ്പിൾ. ഒരു ലേഖനം എഴുതി അതിൻ്റെ മേലിൽ മൃദുൽ ജോൺ മാത്യു എന്നോ അല്ലെങ്കിൽ അങ്ങനെ ഒക്കെ എഴുതി. അങ്ങനെയാണ് ഞാൻ. ശങ്കർ വാസ് ദ ഓൺലി വൺ ഹു കോൺട്രിബ്യൂട്ടഡ് വിത്ത് ശങ്കർ രാമകൃഷ്ണൻ. ഹി വാസ് ദയർ. അപ്പോൾ അവനായിരുന്നു അന്ന് ആകെ കോൺട്രിബ്യൂട്ട് ചെയ്ത മലയാളത്തിൽ കോൺട്രിബ്യൂട്ട് ചെയ്തത്. ബാക്കിയെല്ലാം ഞാൻ തന്നെ എഴുതും. ആ സമയത്തൊക്കെ ഈ സം
kind of a tweaking of a Vijayan paragraph was one story. So, ഓക്കെ ഫസ്റ്റ് ഡയലോഗ് സെറ്റിൽ പറഞ്ഞ ഓൺ സ്ക്രീൻ ഡയലോഗ്, ഫസ്റ്റ് മൂവി ഡയലോഗ്. ഒരു രക്ഷയില്ല, ഒരു പിടിയില്ല. ഓക്കെ, ഏറ്റവും ലാസ്റ്റ് പറഞ്ഞത് പാക്കപ്പ് പറയുന്നതിന് മുമ്പ് ലാസ്റ്റ് ഡയലോഗ് ഇപ്പോഴോ? ആ, മോസ്റ്റ് റീസെന്റ് വൺ. ഇറ്റ് ഷുഡ് ബി കാറ്റും മഴയും ഓർ നടികർത്തില്ല കാണോ, ഈ രണ്ട് അല്ല കാറ്റും മഴയും തന്നെയാണ്. ഓക്കെ, ഓർമ്മയില്ല. See, this again proves that you give it your best and then pinna you leave it. Pinna you don't mull over it. I don't mull over it. Lovely. Last parting words നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടി of true stories എന്തെങ്കിലും. ഇത്രയും തന്നെ സഹിച്ചതിന് വലിയ വലിയ നമസ്കാരം. താങ്ക് യു.